ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിലിറങ്ങും. തിരുവനന്തപുരത്തു നിന്നും വിമാനമാർഗം കൊച്ചി നെടുമ്പാശ്ശേരിയിലെത്തുന്ന സുരേഷ് ഗോപിയെ BJP പ്രവർത്തകർ കാറുകളുടെ അകമ്പടിയോടെ തൃശ്ശൂരിലെത്തിക്കും. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ സുരേഷ് ഗോപി റോഡ് ഷോ നടത്തും. സൂരജ് സജി വിശദാംശങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. ഗുഡ് മോർണിംഗ് സൂരജ് സജി, പറയൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാനായതിന്റെ സന്തോഷം അത് വലിയ രീതിയിൽ പ്രകടിപ്പിക്കാൻ തന്നെയാണ് BJP നീക്കം. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ സുരേഷ് ഗോപി പങ്കെടുക്കുന്ന വലിയ റോഡ് ഷോ, അതായത് 25,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന വലിയ റോഡ് ഷോയ്ക്കാണ് BJP തൃശ്ശൂരിൽ ഒരുങ്ങുന്നത്. ഇന്ന് 12 മണിയോടുകൂടിയാണ് ഈ സുരേഷ് ഗോപി വിമാനമാർഗം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുക. അതിനുശേഷം കാറുകളുടെ അകമ്പടിയോടുകൂടി 3 മണിക്ക് നടുവിലാൽ എത്തിക്കും. അതിനുശേഷം തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലൂടെ കാൽനടയായിട്ടായിരിക്കും ഈ കാൽനട പ്രകടനം നടക്കും. അതിന്റെ ഭാഗമായിക്കൊണ്ടായിരിക്കും 25,000-ലധികം പേർ പങ്കെടുക്കുക എന്നുള്ളതാണ് BJP അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തൃശ്ശൂർ നഗരത്തിൽ 3 മണി മുതൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം 7 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും റോഡ് ഷോയും നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിയെ സംബന്ധിച്ച് UDF ക്യാമ്പും LDF ക്യാമ്പും വലിയ ചർച്ചകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി അത് ജില്ലയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ K മുരളീധരൻ പറഞ്ഞത് താൽക്കാലികമായി താൻ ഈ തോൽവിയെ തുടർന്ന് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാന നേതൃത്വത്തെ അടക്കം തൃശ്ശൂരിലെ ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ആ സമയത്ത് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല. അതാണ് ഈ തോൽവിയിലേക്ക് നയിച്ചത് എന്ന് പറയുന്നു. LDFനെ സംബന്ധിച്ച് LDFന്റെ ഉരുക്കുകോട്ടകളിലേക്ക് പോലും BJP കടന്നു കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇരിങ്ങാലക്കുടയിൽ LDFന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കരുവന്നൂർ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയേ ആകില്ല എന്നൊരു വിലയിരുത്തലായിരുന്നു CPM-നുണ്ടായിരുന്നത്. പക്ഷേ ഇരിങ്ങാലക്കുടയിൽ BJPയുടെ പ്രവർത്തനം, അതായത് ഏറ്റവും ശക്തമായ പ്രവർത്തനം നടത്തിയത് BJP ഇരിങ്ങാലക്കുടയിലാണ്. അത് കൃത്യമായി വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞു. അവിടെ LDFനെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് ഇടത് ക്യാമ്പിന്റെ വോട്ടുകൾ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഗുരുവായൂരിൽ മാത്രമാണ് കോൺഗ്രസിന് ഒരു ആശ്വാസം ഉണ്ടായത്, 1-ാം സ്ഥാനത്തേക്ക് എത്തിയത്. അവിടെ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. പക്ഷേ മറ്റു മണ്ഡലങ്ങളിൽ LDF MLA-മാരുള്ള എല്ലാ മണ്ഡലത്തിലും ബാക്കി എല്ലാ മണ്ഡലത്തിലും ഈ BJP 1-ാം സ്ഥാനത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇടതുപക്ഷത്തെയും UDF-നെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ അല്ലെങ്കിൽ ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം അത് ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപോലെ ഇരു മുന്നണികളും ഇതിലൊരു പുനർചിന്തനയ്ക്ക് അല്ലെങ്കിൽ പുനഃപരിശോധനയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തോൽവിയെ സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കേണ്ടതില്ലെന്നാണ് നിലവിലെ തീരുമാനം. താങ്ക് യു സൂരജ് സജി.